واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها. أولئك ما كان لهم أن يدخلوها إلا خائفين. لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. صدق الله العلي العظيم. ആദരണീയരായ ഈ വേദിയിൽ ഉപവിഷ്ടരായ സദറുസ്താദ് എം മുഹമ്മദ് ബാഖവി, ബഹുമാനപ്പെട്ട ജാഫർ ഉസ്താദ്, നമ്മുടെ മഹല്ലിന്റെ കാരണവന്മാരായ കെ കെ മൂസ മൗലവി, പി വി ഇബ്രാഹിം മാസ്റ്റർ, പി കെ അബ്ദുൽ ബാസിദ് ഹാജി ഉൾപ്പെടെയുള്ള ഈ സദസ്സിലെത്തിച്ചേർന്ന കാരണവന്മാരെ, പണ്ഡിതന്മാരെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന സമീപ മഹല്ലുകളിൽ നിന്നും എത്തിയ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കക്കോ മഹല്ല് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു വിശദീകരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും ധാരണയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പേ ഇവിടെ പറഞ്ഞു പോയ, നമുക്ക് ദീനീ രംഗത്ത് നേതൃത്വം നൽകിയ മഹാന്മാരായ മർഹൂം എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കെ വി മുഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന, മറ്റു മഹല്ലുകളിലുമായി അന്ത്യവിശ്രമം കൊള്ളുന്ന നിരവധി മഹദി മഹാന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു നമ്മെയും അവരോടൊപ്പം പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമുദായത്തിൽ സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെട്ട വിഘടിത വിഭാഗം മുസ്ലിം ജമാഅത്ത് എന്ന പുതിയ പേരിട്ട് കോട്ടുപാടമങ്ങാടിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ആ പരിപാടിയിൽ വച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക മതപണ്ഡിത സംഘടനയ്ക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും കക്കോ മഹല്ലിന്റെ മഹല്ലുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ വിശദീകരിക്കുന്നു എന്ന പേര് പറഞ്ഞ് അയഥാർത്ഥ്യമായ കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ അവതരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുകയുണ്ടായി. അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ പേരിൽ വ്യാജമായ
നീളമേറിയ മുടിക്കെട്ടുകൾ കൊണ്ടുവന്ന് അത് മുറിച്ചെടുത്ത് വെള്ളത്തിൽ മുക്കി ഷാറെ മുബാറക്ക് മസ്ജിദ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് സമുദായത്തിൽ പിരിവ് നടത്തി അണികളെ കുറച്ചു കാലം കബളിപ്പിച്ചതുപോലെ കക്കോവ മഹലിന്റെ ചരിത്രം പറഞ്ഞ് കളവുകൾ പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കാരോടും വ്യക്തിപരമായൊരു വിരോധവുമില്ല. അങ്ങനെ ഒരു വിരോധവും വെച്ച് മുസ്ലിങ്ങൾ നടക്കാനും പാടില്ല. പക്ഷേ തിന്മ കാണുമ്പോൾ, അസത്യം പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അത് തിരുത്തിക്കൊടുക്കുക എന്നുള്ളത് മുസൽമാന്റെ ബാധ്യത എന്ന നിലക്കാണ് ഈ പരിപാടി ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്നവർ ആമുഖ ഭാഷണത്തിൽ 2 പേർ പ്രസംഗിക്കുകയുണ്ടായി. ആദ്യത്തെ വ്യക്തി പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഞാനിതാ സത്യം പറയാൻ പോവുകയാണ്, സത്യമേ ഞാൻ പറയുകയുള്ളൂ. 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. എന്നാൽ പ്രസംഗത്തിലുടനീളം യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വേദി സംഘടിപ്പിക്കുന്നത്. പണ്ട് ഗ്രാൻഡ് വിഷയം വിശദീകരിച്ചു എന്നല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും നടത്തിയിട്ടില്ല എന്ന് പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യാതൊരു മടിയും കാണിക്കാതെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എന്താണ് യാഥാർത്ഥ്യം? ആ വിഭാഗത്തിലുള്ള ആളുകൾക്ക് തന്നെ അറിയാമല്ലോ. സമസ്തയുടെ അണികൾ മജ്ലിസുന്നൂർ എന്ന പരിപാടി ബദരീങ്ങളുടെ പേരിൽ ദാറുൽ മദ്രസയുടെ മുറ്റത്ത് സംഘടിപ്പിച്ചപ്പോൾ അത് ഞങ്ങൾ തടുക്കും, അത് ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞ് വീമ്പിളക്കി നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ, തടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തൊട്ടടുത്ത 2 ദിവസം ദാറുൽ മദ്രസയുടെ മുറ്റത്ത് പരിപാടി വെച്ച് 2 ദിവസത്തെ സ്വാഗത ഭാഷണത്തിലും മുഖ്യപ്രഭാഷണത്തിലും ഇതല്ലാതെ മറ്റെന്ത് വിഷയമാണ് നിങ്ങൾ അവിടെ പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഓട്ടുപാടമങ്ങ നിങ്ങളുടെ പള്ളിയുടെ സമീപത്ത് വെച്ചും കക്കോ അങ്ങാടിക്ക് സമീപമുള്ള ഒരു പറമ്പിൽ വെച്ചു ഇതേ വിഷയം നിങ്ങൾ വിശദീകരിച്ചിട്ടില്ലേ? യാതൊരു മടിയും കൂടാതെ മുഴുവൻ കള്ളത്തരങ്ങളും എഴുതി വലിയൊരു നോട്ടീസ് അടിച്ച് നാട്ടിലും മറുനാട്ടിലും നിങ്ങൾ വിതരണം ചെയ്തിട്ടില്ലേ? ഫ്ലക്സ് അടിച്ച് നാട്ടുകാരുടെ അറിവിനെന്ന് പറഞ്ഞ് നാടിന്റെ നാനാഭാഗങ്ങളിലും നിങ്ങൾ വിശദീകരിച്ചു വെച്ചിട്ടില്ലേ? എന്നിട്ടാണോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചതെന്ന പച്ചക്കള്ളം സദസ്സിന്റെ മുമ്പാകെ, സ്വന്തം അണികളുടെ മുമ്പാകെ യാതൊരു മടിയും കൂടാതെ എങ്ങനെ നിങ്ങൾക്ക് ഇതിന് സാധ്യമാകുന്നു? നിങ്ങൾ ആരെയാണ് മാതൃകയാക്കുന്നത്? ചരിത്ര പുസ്തകം പരിശോധിച്ചാൽ മനസ്സിലാകും. ജർമ്മനിയുടെ ഏകാധിപതിയായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ഹിറ്റ്ലർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ലോകത്തെ 2ാം ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ ഗ്യാസ് ചാമ്പറിലേക്ക് ചുട്ടുകൊന്ന ക്രൂരനായ ഭരണാധികാരി തന്റെ ക്രൂരതകൾ ലോകത്തിന്റെ മുമ്പിൽ മറച്ചുവെക്കാൻ വേണ്ടി ഗീബൽസ് എന്നൊരു മന്ത്രി അദ്ദേഹം ചുമതലപ്പെടുത്തി. ഗീബൽസിന് ഒരു തിയറി ഉണ്ടായിരുന്നു. 1000 പ്രാവശ്യം ഒരു കളവ് ആവർത്തിച്ചു പറഞ്ഞാൽ അത് സത്യമായി മാറുമെന്നായിരുന്നു ഗീബൽസിന്റെ തിയറി. ഹിറ്റ്ലർക്കും ഗീബൽസിനും ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് പരിശോധിക്കുക. 1000 10,000 പ്രാവശ്യം ഈ കക്കോവിന്റെ മഹലിന്റെ ചരിത്രം പറഞ്ഞു നാട്ടുകാരെ കബളിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മഹല്ലത്തിൽ ബുദ്ധിയും വിവേകവും ഓർമ്മശക്തിയുമുള്ളവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് അവർ പറഞ്ഞു, മദ്രസ 2ആയി ഭിന്നിച്ചതോടുകൂടി യാതൊരു പ്രശ്നവുമില്ല.
വളരെ ഐക്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി മഹല്ലിങ്ങനെ നടന്നുപോയിരുന്നു. മഹല്ലിൽ യാതൊരു കുഴപ്പവുമില്ല. ഇപ്പൊ അടുത്ത കാലത്ത് മഹല്ലിന്റെ സെക്രട്ടറി ഭരണഘടന പുതുക്കിയപ്പോഴാണ് ഈ മഹല്ലത്തിൽ വീണ്ടും പ്രശ്നമുണ്ടായത്. ഈ ഏറ്റുമുണ്ടാകുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് കക്കോവിന്റെ മഹല്ലിലെ കാരണവന്മാർ മഹല്ല ഐക്യകണ്ഠേന ഈ മഹല്ലത്തിനൊരു ഭരണഘടനയുണ്ടാക്കി. അന്ന് രജിസ്റ്റർ ചെയ്ത ഭരണഘടന, അത് ഭരണഘടനാപരമായ ബാധ്യത കക്കോ മഹല്ലത്തിന്റെ ജനറൽ സെക്രട്ടറി ചെയ്തതോടുകൂടിയാണ്, അത് പുതുക്കിയതോടുകൂടിയാണ് ഈ മഹല്ലത്തിൽ പ്രശ്നമുണ്ടായത് എന്ന് അന്നിവിടെ അവർ വാദിക്കുകയുണ്ടായി. സത്യത്തിൽ ഈ ഭിന്നതയ്ക്ക് ശേഷം ഈ മഹല്ലത്ത് സ്വസ്ഥമായി നിലനിന്നിട്ടുണ്ടോ? ദീനീ രംഗം എന്നും വിവാദങ്ങളും പ്രശ്നങ്ങളുമായി നിന്ന ചരിത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. മഹാനായ മർഹൂം അഹ്മദ് കുട്ടി മുസ്ലിയാർ മുഖ്യവസാനം ഈ മഹല്ലത്തിന് നേതൃത്വം നൽകി ഇവിടുത്തെ വ്യത്യസ്ത കുടുംബങ്ങളെ ഐക്യത്തിലാക്കി പാവപ്പെട്ടവരെയും പണക്കാരനെയും അറിവുള്ളവനെയും ഇല്ലാത്തവനെയും ഒരേ കുടക്കീഴിൽ ഒരു മാലയിൽ ചേർത്ത മുത്തുമണികളെപ്പോലെ ഐക്യത്തോടെ ഈ മഹല്ലത്തിനെ കൊണ്ടുവന്ന് അക്കാലത്തെ അതിമനോഹരമായ മസ്ജിദുൽ ഹിദായ നിർമ്മിച്ച് ദാറുൽ ഹിക്മ എന്ന മദ്രസ സ്ഥാപിച്ച് ഈ മഹല്ലിനെ മറ്റു മഹല്ലുകൾക്ക് മാതൃകയാക്കി മഹാനായ ഉസ്താദ് നമ്മോട് വിട പറഞ്ഞു. വിട പറയുമ്പോൾ കക്കോവിലെ നിവാസികൾക്ക്, തന്റെ ശിഷ്യന്മാർക്ക് ഒരു വസിയത്തും കൂടി നൽകിയിട്ടാണ് ഉസ്താദ് നമ്മോട് വിട പറഞ്ഞത്. ദാറുൽ ഹിക്മയെ നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ സംരക്ഷിക്കണമെന്ന ഒരു വസിയത്ത് നൽകിക്കൊണ്ടാണ് മഹാനായ ഉസ്താദ് നമ്മോട് വിട പറഞ്ഞത്. ആ മദ്രസയെ ഭിന്നിപ്പിച്ചത് സമസ്തയുടെ അണികളാണെന്ന് യാതൊരു സങ്കോചവും കൂടാതെ വിളിച്ചു പറയാൻ നാണമില്ലല്ലോ നിങ്ങൾക്ക്? ആരാണ് ദാറുൽ ഹിക്മ മദ്രസയെ ഭിന്നിപ്പിച്ചത്? ആർക്ക് വേണ്ടിയാണ് ദാറുൽ ഹിക്മ മദ്രസയെ ഭിന്നിപ്പിച്ചത്? 1989 കേരളത്തിലെ ആധികാരിക മതപണ്ഡിത സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി ഉസ്താദുൽ അസാതീർ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരും മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും നിലനിന്ന സമയത്ത് ഏതാനും പേരെ ഉസ്താദുമാർക്ക് എതിരെ ധിക്കാരം പ്രവർത്തിച്ച ചില ആളുകളെ സമസ്തയിൽ നിന്നും പുറത്താക്കി. ആരാ പുറത്താക്കുന്നത്? 3 തലമുറയിൽപ്പെട്ട ഉസ്താദുമാരടങ്ങുന്ന ഒരു വലിയ പണ്ഡിത സഭ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ് ശംസുൽ ഉലമ. ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് മഹാനായ കെ അബൂബക്കർ ഹസ്രത്ത്. കെ അബൂബക്കർ ഹസ്രത്തിന്റെ ശിഷ്യനാണ് പുറത്താക്കപ്പെട്ടവരുടെ നേതാവ്. അങ്ങനെ പുറത്താക്കപ്പെട്ടവർ പുതിയൊരു സംഘടനയും പുതിയൊരു വിദ്യാഭ്യാസ ബോർഡുമുണ്ടാക്കി മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരെ 1-ാം പ്രതിയും മഹാനായ ശംസുൽ ഉലമയെ 2-ാം പ്രതിയുമാക്കി സമസ്തയ്ക്കെതിരെ കേസുകളെടുത്ത് സമുദായത്തിൽ ഫിത്ന തുടങ്ങി. ആ ഫിത്നയുടെ ഏജന്റുമാരായി ഈ മഹല്ലത്തിലും ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തു. മഹല്ലത്തിൽ മുഴുവൻ കുഴപ്പമായി, പ്രശ്നമായി. വെള്ളിയാഴ്ചകളിൽ പള്ളിക്ക് മുമ്പിലും കമ്മിറ്റി യോഗങ്ങളിലും ആകെ വിവാദങ്ങളായി. ആ സമയത്ത് നാട്ടിലൊരു സമാധാനമാകട്ടെ എന്ന നിലയിലാണ് മദ്രസ തൽക്കാലം 2 വിഭാഗമായി നടക്കുക എന്ന തീരുമാനത്തിലേക്കെത്തിയത്. അങ്ങനെ മദ്രസ വിഭജിക്കപ്പെടുകയാണ്. മദ്രസ വിഭജിക്കപ്പെട്ടു. ഞങ്ങളാണോ അതിന് ഉത്തരവാദികൾ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ദാറുൽ ഹിക്മ മദ്രസയുടെ മുറ്റത്തൊന്ന് പോയി നോക്കുക. ഈ സംഭവങ്ങളുടെ സാക്ഷിയായി ഞങ്ങളുടെ സമസ്തയുടെ മദ്രസയുടെ മുകളിൽ കറുത്ത നിറത്തിലുള്ളൊരു പലക അവിടെ കാണാം, ബോർഡ്. അവരുടെ മദ്രസയിൽ ഒരു പുതിയ ഫ്ലെക്സ് ബോർഡും കാണാം.
രണ്ട് മദ്രസയുടെ ബോർഡുകളും ഒന്ന് താരതമ്യം നോക്കിയാൽ പൂർവികർ സ്ഥാപിച്ച ആ നെയിം ബോർഡിനും ഇപ്പോൾ അവരുണ്ടാക്കിയപ്പോഴും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ആരാണ് മദ്രസ ഭിന്നിപ്പിച്ചതെന്ന്. ഇനി അതിന് നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ഈ ഭിന്നിപ്പിച്ച ആളുകളൊക്കെ ആ മദ്രസയിൽ നിന്നും പഠിച്ചു പുറത്തിറങ്ങിയവരാണല്ലോ. നിങ്ങളുടെ പഴയ രേഖകൾ ശേഖരിച്ചു വെച്ച ആ അട്ടിയൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ആ മദ്രസയിൽ നിന്നും കിട്ടിയ പൊതുപരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ. അതിൽ നിങ്ങളുടെയും പിതാവിന്റെയും പേരും നിങ്ങളുടെ മാർക്കും എഴുതിയ ആ സർട്ടിഫിക്കറ്റിൽ കാണും ഈ മദ്രസയുടെ യഥാർത്ഥ പേര്. നിങ്ങൾ അറുപ്പോടെയും വെറുപ്പോടെയും പറയുന്ന അന്നും ഇന്നും ചേളാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും അതിൽ കാണാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും ആരാണ് ഈ മദ്രസയെ ഭിന്നിപ്പിച്ചത്, ആരാണ് ഇവിടെ ഫിത്നയ്ക്ക് തുടക്കമിട്ടത്. അങ്ങനെ മദ്രസ ഭിന്നിപ്പിച്ചു. മദ്രസയുടെ രണ്ട് ഭാഗത്ത് ഹിദായത്തുൽ മുസ്ലിമീൻ സംഘം രണ്ട് വിഭാഗമായി മദ്രസ തുടങ്ങാൻ അനുമതി കൊടുത്തു. പക്ഷേ എന്താണ് പിന്നെ ഇവർ ചെയ്തത്? അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. രണ്ട് വിഭാഗത്തിനോടും ഹിദായത്തുൽ മുസ്ലിമീൻ സംഘം ഒരു കണ്ടീഷൻ വെച്ചു. കുട്ടികളിൽ നിന്നും കിട്ടുന്ന ഫീസുകൾ മുഴുവൻ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തെ ഏൽപ്പിക്കുക. ഹിദായത്തുൽ മുസ്ലിമീൻ സംഘം തന്നെ രണ്ട് വിഭാഗത്തിനും ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കും. ആരാണ് കുട്ടികളെ ഇത് ലംഘിച്ചത്? ഞങ്ങളുടെ മുഴുവൻ കുട്ടികളുടെ ഫീസും ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തെ ഏൽപ്പിച്ചപ്പോൾ അവരുടെ മുഴുവൻ കുട്ടികളുടെ ഫീസും നൽകാതെ പിടിച്ചുവെച്ച് സംഘടനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോഴല്ലേ ഇവിടെ മദ്രസ വീണ്ടും പ്രശ്നത്തിലായത്, വീണ്ടും പ്രശ്നങ്ങളായി, മഹല്ലിൽ വീണ്ടും പ്രതിസന്ധികളായി. ഈ മഹല്ല് എങ്ങനെയുള്ള മഹല്ലാണെന്ന് നോക്കണം. ഈ മഹല്ലത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും ഇവിടുത്തെ രേഖകൾ മുഴുവൻ പരിശോധിച്ചാൽ അതിൽ മുഴുവൻ കാണും സമസ്ത കേരള ജംഇയ്യത്തുൽ ദാറുൽ ഹിക്മ മദ്രസ. പൂർവികർ ഈ മദ്രസക്ക് വഖഫ് ചെയ്ത മുഴുവൻ രേഖകളിലും ദാറുൽ ഹിക്മ മദ്രസയില്ലാതെ മറ്റൊരു മദ്രസയുടെ പേരും നിങ്ങൾക്കാർക്കും കാണാൻ സാധ്യമാവുകയില്ല. അങ്ങനെയുള്ള ഒരു മഹല്ലത്തിലാണ് പരമാവധി വിട്ടുവീഴ്ച നമ്മൾ ചെയ്ത് രണ്ട് വിഭാഗമായി ദാറുൽ ഹിക്മ മദ്രസ നടത്താൻ അനുമതി കൊടുത്തത്. അങ്ങനെ രണ്ട് വിഭാഗവും നേരത്തെ പറഞ്ഞതുപോലെ അവർ ലംഘിച്ചു, ഫീസ് കൊടുക്കുന്നത് ലംഘിച്ചു. തുടർന്നാണ് മദ്രസയുടെ നടത്തിപ്പ് രണ്ട് വിഭാഗത്തെയും ശമ്പളം കൊടുക്കാൻ ഏൽപ്പിക്കുകയും ആ ആവശ്യത്തിലേക്ക് ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ വരുമാനമുള്ള ഭൂമി രണ്ട് വിഭാഗത്തെയും പരിപാലിക്കാൻ ഏൽപ്പിക്കുന്നത്. അങ്ങനെ രണ്ട് വിഭാഗവും പരിപാലിക്കുകയും ആ ഭൂമിയിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നികുതി അടക്കാനുള്ളത് ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ സെക്രട്ടറിയെ ഏൽപ്പിക്കാനും ധാരണയായി. അല്ലാതെ നിങ്ങൾ സംഘടനയുടെ പണമെടുത്തുകൊണ്ടല്ല നികുതി അടക്കാൻ അന്ന് ഹിദായത്തുൽ മുസ്ലിമീൻ സംഘം തീരുമാനിച്ചത്. അതുപോലെ തന്നെ അവരുടെ വാദം ഇവിടെ ഔദ്യോഗികമായി ഓഹരി വെപ്പ് നടന്നിട്ടുണ്ട്. കൂട്ടരെ, ഇവിടെ അങ്ങനെ ഒരു ഔദ്യോഗികമായ രജിസ്ട്രേഷൻ തന്നെ നടന്നിട്ടില്ല. പൂർവികർ എങ്ങനെയാണോ വഖഫ് ചെയ്തത് അതതുപോലെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിക്കൊണ്ടുപോകാൻ മാത്രമേ പിൻഗാമികൾക്ക് അവകാശമുള്ളൂ. ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ കീഴിലുള്ള ഈ വഖഫ് മുതലുകളൊന്നും ഒരു കാലത്തും ഓഹരി വെക്കാനുള്ളതല്ല എന്ന് നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരാരോപണം, നമ്മൾ എന്നും പുനർനിർമ്മാണത്തെ എതിർത്തവരാണത്രേ. പഴയ കഥകൾ ഞങ്ങളാരും മറന്നിട്ടില്ല. കോട്ടുപാടത്ത് നിങ്ങൾക്കൊരു പുതിയ പള്ളി വന്നപ്പോ നിങ്ങൾക്ക് കക്കോ മഹല്ല് പള്ളി തീരെ ശ്രദ്ധ ഇല്ലാതായി. കക്കോ പള്ളി നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ലാതായി. മഹാനായ വാവാടിസ്ഥാവിന്റെ കാലത്ത് ഹൗലും
നല്ലൊരു മിമ്പറയും ഉണ്ടാക്കിയപ്പോൾ അന്നതിനെ എതിർത്തവരാണ് നിങ്ങൾ. ഇപ്പം വാദിക്കുന്നത് അവിടെ ഷീറ്റിട്ടതും ഇന്റർലോക്ക് വിരിച്ചതും കാർപ്പറ്റ് വിരിച്ചതുമൊക്കെ ഞങ്ങളാണ്, ഞങ്ങളുടെ സഖാഫിയുടെ നേതൃത്വത്തിലാണ്. നാണമില്ലല്ലോ കൂട്ടരെ. ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ സബ് കമ്മിറ്റി രൂപീകരിച്ച് കാർപ്പറ്റിന്റെ പണി, ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇന്റർലോക്കും ഷീറ്റിന്റെയും പണി പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, കാർപ്പറ്റിന്റെ വിതരണത്തിന് അത് വിരിക്കുന്നതിന് ഗൾഫിൽ നിന്നും സമസ്തയുടെ കർമ്മധീരരായ പ്രവർത്തകന്മാരുടെ ആത്മാർത്ഥമായ സമർപ്പണമുണ്ടായതുകൊണ്ടാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. എംഎൽഎമാരും എംപിമാരുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ പറയുന്നത് പോലെ കാർപ്പറ്റ് വിരിക്കുമ്പോ അതിന്റെ മുമ്പിൽ നിന്ന് രണ്ടാളുകൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടു, ഞങ്ങളാണ് ഇതിന്റെ ആളുകളെന്ന് അറിയിക്കാൻ. എന്തിനു വേണ്ടിയാണ് ഈ പണികളൊക്കെ? അങ്ങനെയെങ്കിൽ ആ നമ്മുടെ പള്ളിയുടെ മുൻഭാഗം പൊളിച്ചു നന്നാക്കി അതിമനോഹരമായ പള്ളിയാക്കിയത് ഞങ്ങളുടെ മാഹിരി ഉസ്താദിന്റെ കാലത്തല്ലേ? അവിടെ ടൈൽസ്, ചുമരിലൊക്കെ ടൈൽസ് പാകിയത് ഞങ്ങളുടെ കൊട്ടപ്പുറം ഉസ്താദിന്റെ കാലത്തല്ലേ? ഞങ്ങൾ ആരെങ്കിലും അവകാശപ്പെട്ടോ? ഈ രീതിയിൽ ഞങ്ങളുടെ ഉസ്താദുമാരാണ് ഇതൊക്കെ പതിച്ചത് എന്ന്, ഇതൊക്കെ നിർമ്മിച്ചത് എന്ന് ഞങ്ങൾ ആരെങ്കിലും അവകാശപ്പെട്ടോ? അതുപോലെ തന്നെ ഈ മഹല്ലത്തിൽ മുഴുവൻ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് ഇവരാണ്. എന്നിട്ട് എല്ലാ ആരോപണങ്ങളും നമുക്കെതിരെ. പൂർവികമായി കക്കോ മഹല്ലിന്റെ ഖാദിമാർ, നമുക്കൊക്കെ അറിയാം, വളരെ മുമ്പേ കോഴിക്കോട് ഖാദിമാരെയായിരുന്നു നമ്മൾ ഉറപ്പിച്ചിരുന്നത്. അവരുറപ്പിക്കുമ്പോൾ മാസം ഉറപ്പിക്കും നമ്മുടെ നാട്ടിലും. എന്നാൽ പുതിയ ഖാദിമാരെ കൊണ്ടുവന്ന് പുതിയ സംയുക്ത ഖാദി എന്ന പേരിലും ജില്ലാ ഖാദി എന്ന പേരിലും ആളെ കൊണ്ടുവന്ന് റമദാൻ മാസത്തിലെ അവസാനത്തെ ദിവസം നോമ്പ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പെരുന്നാൾ ഉറപ്പിച്ച് നമ്മുടെ മഹല്ലത്തിലും ഒരേ 2 ദിവസമായി പെരുന്നാൾ ആഘോഷിച്ച അങ്ങനത്തെ ഒരു ദുരവസ്ഥ ഈ മഹല്ലത്തിലും നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഒരേ വീട്ടിൽ ജ്യേഷ്ഠനും അനുജനും ഒരാൾക്ക് നോമ്പും പെരുന്നാളും ഈ മഹല്ലത്തിലുണ്ടായതിന്റെ പിന്നിൽ നിങ്ങളല്ലേ പ്രവർത്തിച്ചിട്ടുള്ളത്? മഹാനായ എ പി അഹ്മദ് കുട്ടി മുസ്ലിയാർ ഐക്യത്തോടുകൂടി നമ്മുടെ മഹല്ലത്തിലെ ആളുകളെ സംഘടിപ്പിച്ച് വാർഡുകൾ തോറും നടപ്പിലാക്കിയ ഉലൂഹിയത്ത് സമ്പ്രദായം ആരാക്കുത്തരെ ഭിന്നിപ്പിച്ചത്? നിങ്ങളാണ് ഭിന്നിപ്പിച്ചത്. അതുപോലെ തന്നെ ഉസ്താദ് സ്ഥാപിച്ച ഇംദാദുൽ മസാക്കീൻ സംഘത്തിന് ബദലായി മറ്റൊരു ഇംദാദുൽ മസാക്കീൻ സംഘം നിങ്ങളുണ്ടാക്കി. അതുപോലെ തന്നെ മദ്രസ 2 വിഭാഗമായി നടത്തുമ്പോഴും ഐക്യത്തോടുകൂടി നടത്തിയിരുന്ന നബിദിന റാലി ഉണ്ടാക്കിയതും നിങ്ങൾ തന്നെയാണ്. ആ നിങ്ങളാണോ പറയുന്നത് ഞങ്ങളാണ് ഈ നാട്ടിലെ ഫിത്നയ്ക്ക് കാരണക്കാരെന്ന്? നോക്കണം. ആ കൂട്ടത്തിലുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ്. നിരന്തരം പ്രശ്നങ്ങളായപ്പോ അവസാനം നമ്മൾ തീരുമാനിച്ചു, ഒരു രേഖയിലാക്കിയാൽ നാട്ടിൽ പ്രശ്നങ്ങൾ അവസാനിക്കും. അങ്ങനെയാണ് മലപ്പുറം ഡിവൈഎസ്പി സാറിന്റെ മുമ്പിൽ ഒരു എഗ്രിമെന്റ് വ്യവസ്ഥയ്ക്ക് 2 കൂട്ടരും ഒരുമിച്ച് തയ്യാറാകുന്നത്. അവിടെ വെച്ച് ഒരു പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. എന്താണ് എഗ്രിമെന്റിന്റെ ലക്ഷ്യം? നാട്ടിൽ സമാധാനമുണ്ടാകണം, ദർസുകൾ നല്ല രീതിയിൽ പോകണം, മദ്രസയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു എഗ്രിമെന്റ് വ്യവസ്ഥയുണ്ടാക്കി. ആ വ്യവസ്ഥയിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ എഴുതി. 2 വിഭാഗത്തിനും മദ്രസയുടെ ക്ലാസ് മുറികൾ എങ്ങനെയൊക്കെ വേണമെന്ന് നിശ്ചയിച്ചു. അതുപോലെ തന്നെ മുദരിസ് മുഅദ്ദിൻ നിയമനം കാലാവധി നിശ്ചയിച്ച് മാറി മാറി നിശ്ചയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വളരെ സമാധാനം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ എഗ്രിമെന്റ് തയ്യാറായി. ആ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ പിന്നെ ഓരോന്നായി ലംഘിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്.
ക്ലാസ് നടത്താനുള്ള ക്ലാസുകളും ഇരുമടുത്ത് ചെയ്യും. എന്നിട്ട് അവിടെ ക്ലാസ് മുറി ഞങ്ങൾക്ക് മുഴുവൻ വേണം, അടിഭാഗം മുഴുവൻ വേണം, പുറത്തേക്കും വേണം, വരാന്തയും വേണമെന്ന് വാദിച്ചുകൊണ്ട് ഈ മഹല്ലത്തിൽ വീണ്ടും നിങ്ങൾ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു. സഹോദരന്മാരെ, വരാന്തയും മുറ്റവും കയറുന്ന സ്റ്റെപ്പുമൊന്നും ആർക്കും വിഹിതമാക്കി അല്ലെങ്കിൽ നിശ്ചയിച്ചു വച്ചിട്ടില്ല. രണ്ട് വിഭാഗത്തിലും 400ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസയുടെ വരാന്തയും മുറ്റവും ഓഹരി വെക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ കളിക്കുകയും കയറി നിൽക്കുകയും എവിടെ നിൽക്കും? ഈ ഇല്ലാത്ത വാദവുമായി വരാന്ത മുഴുവൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തു. ആ വരാന്തയിൽ വളരെ സുന്ദരമായി രണ്ട് വിഭാഗത്തിലെ കുട്ടികളും ഓടിക്കളിച്ചിരുന്ന വരാന്ത. പിന്നീട് അവർ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന് ഒരു അപേക്ഷ കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ക്ലാസ് സൗകര്യം കുറച്ച് പോരായുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരാന്തയുടെ ഒരു ഭാഗത്ത് ഞങ്ങൾക്കൊരു ക്ലാസ് തുടങ്ങാനുള്ള ഒരു താൽക്കാലിക സംവിധാനം തരണം. അവിടെയും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു. വരാന്തയുടെ ഒരു ഭാഗത്ത് പണ്ടൊരു കഥയുണ്ട്. അറബിയുടെ കടയിൽ ഒരൊട്ടകം വന്ന് തലവെക്കാൻ ചോദിച്ചു. നിമിഷങ്ങൾ കഴിയുന്തോറും ദയാലുവായ അറബി സമ്മതം കൊടുത്തപ്പോൾ നിമിഷങ്ങൾ കഴിയുന്തോറും ഒട്ടകം ക്രമേണ കയറി കയറി അറബി പുറത്തും ഒട്ടകമകത്തുമായതുപോലെ ഇവരുടെ അടുത്ത സ്റ്റെപ്പ്. ഒരു ദിവസം അന്ന് സെക്രട്ടറി ആയിരുന്ന എന്റെ അടുത്ത് വന്ന് ഇവരുടെ ഒരു നേതാവ്, ഇന്ന് പ്രസംഗിച്ചതിൽപ്പെട്ട ഒരാള്, കഴിഞ്ഞ പരിപാടിയിൽ പ്രസംഗിച്ചതിൽപ്പെട്ട ഒരാള് വന്നുകൊണ്ട് പറഞ്ഞു, നമ്മുടെ മൂത്രപ്പുരയുടെ നിർമ്മാണത്തിന് ബാക്കിയുള്ള മണല് അത് ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട്, അതൊന്ന് എടുക്കട്ടെ, അത് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞങ്ങൾ തരാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ആവശ്യം? ഞങ്ങൾ വരാന്തയിൽ റൂമുണ്ടാക്കുകയാണ്, മദ്രസയുടെ വരാന്തയിൽ റൂമുണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞു, മദ്രസയുടെ വരാന്തയിൽ റൂമുണ്ടാക്കാൻ എനിക്ക് സ്വന്തമായ അഭിപ്രായം പറയാൻ കഴിയില്ല. ഉടനെ ഞാൻ വിവരം അറിയിച്ചു, നമ്മുടെ നേതാക്കന്മാരെ അറിയിച്ചു. മഹാനായ അലവി ഹാജിയാണ് അന്ന് മദ്രസ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റ്. അലവി ഹാജി ഉടനെ ഒരു മനുവമ്പ എടുത്തു കൊണ്ടുപോകണം. മുറ്റത്ത് വന്ന് നോക്കുമ്പോഴാ കാണുന്നത് ഹോളോബ്രിക്സും വാതിൽക്കെട്ടിലും ജനൽക്കെട്ടിലും, പഴയ വാതിൽക്കെട്ടിലും ജനൽക്കെട്ടിലും കൊണ്ടുവന്ന് വെച്ച് പണിക്കാരെ കാത്തിരിക്കുകയാ. അലവി ഹാജിയും നമ്മുടെ നേതാക്കന്മാരും പറഞ്ഞു, കൊണ്ടുപോകണം ഈ മദ്രസയുടെ മുറ്റത്തിൽ നിന്ന്. കെട്ടും കെട്ടി ആ മദ്രസയുടെ വരാന്തയിൽ നിന്നും കൊണ്ടുപോയ കഥ ഈ നേതാക്കന്മാർ ഓർക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ആ വരാന്ത മുഴുവൻ നിങ്ങൾക്ക് തന്നാൽ ഞങ്ങളുടെ കുട്ടികൾ പിന്നെ എവിടെ കയറും? മുകളിലേക്ക് എങ്ങനെ കയറും? ആകാശത്തിൽ നിന്നിറങ്ങേണ്ടി വരുമല്ലേ? ആ വരാന്തയിലാണ് കുട്ടികൾക്ക് ഇരിക്കാനും കയറാനും കയറി നിൽക്കാനുമൊക്കെയുള്ള സ്ഥലം. അത് നിങ്ങൾക്ക് അങ്ങനെ സ്വന്തമാക്കാനും പിടിച്ചെടുക്കാനും കഴിയുമെന്ന വ്യാമോഹം വേണ്ട എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ അലവി ഹാജി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ നെഞ്ചോട് ചേർത്ത് ആവേശത്തോടുകൂടി നമുക്ക് നേതൃത്വം നൽകിയ അലവി ഹാജി മസ്ലഹത്ത് ചർച്ചയിൽ നമ്മുടെ പ്രതിനിധിയായി ചർച്ചയിൽ മധ്യസ്ഥനായി അവരോടൊന്ന് ചിരിച്ച് സംസാരിച്ചപ്പോഴേക്കും അവർക്ക് തോന്നി അലവി ഹാജി അവരുടെ ആളാണ്. കൂട്ടരെ, നാണമില്ലല്ലോ, വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പതിവാണിത്. മഹാനായ കന്നിയത്ത് അഹ്മദ് മുസ്ലിയാരെ ജീവിതകാലത്ത് ചീത്ത വലിച്ച് അവഹേളിച്ച് ഉസ്താദിനെതിരെ കേസ് കൊടുത്ത നിങ്ങൾ 19 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ കന്നിയത്ത് ഉസ്താദിന്റെ ആണ്ട് നേർച്ച നടത്താനും ശംസുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതാനും നിങ്ങൾ തയ്യാറായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമസ്തയുടെ ആത്മാർത്ഥമായി സമസ്തയ്ക്ക് സേവനം ചെയ്തവർക്ക് സമൂഹത്തിൽ പൊതു അംഗീകാരം കിട്ടും. ഞങ്ങളുടെ നേതാക്കന്മാർക്കും സയ്യിദന്മാർക്കും കിട്ടുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ
സമസ്തക്ക് സേവനം ചെയ്ത സാധാരണക്കാർക്കും അതിന്റേതായ രീതിയിലുള്ള അംഗീകാരം കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അലവി ഹാജി ആരാണ്? ഇത് അല്ലാഹു മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാവണം. അലവി ഹാജിയുടെ അവസാന നിമിഷങ്ങൾ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത മസ്ജിദുർ റഹ്മാനിൽ നിന്നുകൊണ്ട് പള്ളിയുടെ മുൻഭാഗം നന്നാക്കി ആ പള്ളിയിൽ നിന്നും ഒന്നുകൊടുത്ത് പള്ളിയിൽ നിന്നും വാങ്ങുകൊടുത്ത് അവിടെ ജമാഅത്ത് നിസ്കരിച്ചുകൊണ്ടാണ് അല്ലാഹു അലവി ഹാജിയെ ഈ ലോകത്തിൽ നിന്നും വിളിച്ചത് എന്നുള്ളത്. ആ യാഥാർത്ഥ്യം അലവി ഹാജി ആരായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. മാത്രമല്ല സമസ്തയുടെ റാലിയിൽ, ഇക്കഴിഞ്ഞ റാലിയിൽ പതാക തന്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അലവി ഹാജി നിന്ന ആ രംഗം നിങ്ങൾ ഇന്നും ആലോചിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ അലവി ഹാജിയെ നിങ്ങൾ പലപ്പോഴും ഉപദ്രവിച്ചിട്ടുണ്ട്. മുമ്പ് പള്ളിപ്പറമ്പ് JCB ഉപയോഗിച്ച് ഖബർസ്ഥാൻ സ്ഥലമൊരുക്കാൻ അലവി ഹാജിയെ കമ്മിറ്റി നിയോഗപ്പെടുത്തി. കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് രാവും പകലും ആ ഒരു ചിന്തയായി നടന്ന് പൊടിയും വെയിലും മണ്ണും ശരീരത്തിലേൽപ്പിച്ച് അലവി ഹാജി ആ പള്ളിപ്പറമ്പ് പണിയെടുപ്പിക്കുകയും കമ്മിറ്റി അന്ന് പറഞ്ഞു മുകളിലേക്ക് കയറാനൊരു വഴി തയ്യാറാക്കണം. അലവി ഹാജി അത് ആളുകളെ കൊണ്ട് പണിയെടുപ്പിച്ചാലുള്ള നഷ്ടവും പ്രയാസവും ആലോചിച്ചുകൊണ്ട് JCB കൊണ്ടുവന്ന് JCBയെ കൊണ്ടൊരു വഴി അങ്ങോട്ടുണ്ടാക്കിയപ്പോഴേക്ക് നിങ്ങൾ ക്രൂരമായിട്ടാണ് അലവി ഹാജിയോട് പെരുമാറിയത്. അദ്ദേഹത്തോട് പണി നിർത്തിപ്പോകാൻ പറഞ്ഞു. നിങ്ങൾ ഹൃദയവേദനയോടുകൂടി ഞങ്ങളുടെ നേതാക്കളോട് അലവി ഹാജി എന്ന് ആ ദുഃഖം പങ്കിട്ടിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ മദ്രസ 2 വിഭാഗത്തിന് നീക്കിവെച്ചു. എഗ്രിമെന്റിൽ പറഞ്ഞത് 2 വിഭാഗവും ധാർമ്മിക മദ്രസ നടത്താനാണ്. ആ മദ്രസ പേര് മാറ്റി ഇവിടുത്തെ വഖഫ് മുതലിലോ ഭരണഘടനയിലോ കാണാത്ത ഒരു പുതിയ പേരിട്ട് മദ്രസ പുതിയൊരു വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് സൊസൈറ്റി ആക്ട് അനുസരിച്ച് ആ എഗ്രിമെന്റിനെ ലംഘിച്ചുകൊണ്ട് ഇവർ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്തതിൽ വ്യക്തമായി കാണും ദാറുൽ ഹിക്കം സുന്നി മദ്രസയുടെ വസ്തുവകകളും സ്ഥാപനവും ഒരു കാലത്ത് നടത്താൻ പ്രയാസപ്പെട്ടാൽ മർക്കസ് സഖാഫത്ത് സുന്നിയെ ഏൽപ്പിക്കണം. കക്കോവ് മഹലിലെ മുൻഗാമികൾ വഖഫ് ചെയ്ത മുതല് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മർക്കസിന്റെ പേരിൽ എഴുതി ചേർത്തത്? മാത്രമല്ല അങ്ങനെ ഒരു സുന്നി മദ്രസ ഈ മഹല്ലത്തിന് മുൻഗാമികളോ വാക്കിഫുകളോ അതുപോലെ തന്നെ ഇവിടുത്തെ രേഖകളിലോ നിയത്ത് വെച്ചിട്ടില്ല. അതിന് രേഖകളിലൊന്നും കാണാനും കഴിയില്ല. അങ്ങനത്തെ ഒരു ഇല്ലാത്ത മദ്രസ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം പോലും നിങ്ങൾക്കില്ല എന്നുള്ളത് ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് മദ്രസ പുനർനിർമ്മാണത്തെക്കുറിച്ച് ചർച്ച വന്നു. ആ ചർച്ചയിൽ 2 വിഭാഗത്തിന്റെയും ഔദ്യോഗികമായ നേതാക്കന്മാർ പങ്കെടുത്തു. ആ യോഗത്തിൽ വെച്ച് ഇപ്പോഴത്തെ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ പ്രസിഡന്റ് പറയുകയാ, മദ്രസ നമുക്ക് പുനർനിർമ്മിക്കാം. എല്ലാവരും അഭിപ്രായം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു നല്ല കാര്യം, കാലോചിതമായി മദ്രസ ഉണ്ടാക്കണം. അന്ന് പൂർവികർ, അന്ന് മഹത്തായ, അന്നത്തെ കാലത്ത് അതിമനോഹരമായ മദ്രസയാ, കാലോചിതമായി മദ്രസ നന്നാക്കണം. നമ്മളും പറഞ്ഞു. അപ്പം പ്രസിഡന്റ് പറയാ, മദ്രസ അങ്ങനെ അങ്ങോട്ട് നന്നാക്കാൻ പെട്ടെന്നൊന്നും പറ്റൂല. അപ്പൊ എന്തേ? അദ്ദേഹത്തിന്റെ വാദം അവിടെ അവതരിപ്പിച്ചു. അതാ ഗ്രൂപ്പിന്റെ വാദമാ. ഈ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ സ്ഥലം, അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇനി മദ്രസ നിർമ്മിക്കുമ്പോ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്, ഞങ്ങളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിനും ചേളാരിക്കാർക്കും 2 ഭാഗത്തും രജിസ്റ്റർ ചെയ്തു കൊടുക്കണം. എന്തേ? ഞങ്ങൾക്കറിയാം ആ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ ഭൂമിയിൽ ലക്ഷങ്ങൾ മുടക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ടാകും. ഞങ്ങൾക്കവിടെ ലക്ഷങ്ങളല്ല, കോടികൾ മുടക്കിയാലും ഒരു പേടി ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ പൂർവികരുടെ പാതയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ മദ്രസയുടെ പേര് മാറ്റിയിട്ടില്ല.
ഞങ്ങൾ ഞങ്ങളുടെ മദ്രസയുടെ സിലബസ് മാറ്റിയിട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ മദ്രസയുടെ വിദ്യാഭ്യാസ ബോർഡ് മാറ്റിയിട്ടില്ല. നിങ്ങൾ ആ വാദം ഉന്നയിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കത് ബോധ്യമാവുകയുണ്ടായി. മറ്റൊന്ന്, ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയത് എന്തിനായിരുന്നു? നാട്ടിലെ ദർസ് സംവിധാനം സമാധാനത്തോടുകൂടി നടന്നു പോകണം. അങ്ങനെ ഇരു വിഭാഗത്തിനും കാലാവധി നിശ്ചയിച്ചു. ഓരോ വിഭാഗത്തിന്റെയും ഉസ്താദുമാരെ അതാത് ആളുകൾ പോയി കണ്ടെത്തി നിശ്ചയിക്കുന്നു. അങ്ങനെ നമ്മുടെ ഭാഗത്ത് ഹാനായ ബീരാൻകുട്ടി ഫൈസി ദർസ് നടത്താൻ വേണ്ടി വന്നു. വരുന്നതിന് ഒരാഴ്ച മുമ്പ്, അദ്ദേഹം ചാർജ് എടുക്കുന്ന ഒരാഴ്ച മുമ്പ് വന്ന് ഒരു കുട്ടിയെയും കൂട്ടി വന്നു. ഉടനെ ഇവരുടെ നേതാവ് പറഞ്ഞു, ഈ കുട്ടിയെ ഞങ്ങൾക്ക് മദ്രസയിലേക്ക് വേണം. ഷാഫി എന്നായിരുന്ന കുട്ടിയുടെ പേര്. ഉസ്താദ് അവിടെയുള്ള കാരണന്മാരൊക്കെ അപ്പോഴുള്ള ആളുകളോടൊക്കെ മുമ്പിൽ വെച്ച് അവർക്ക് വാക്കുകൊടുത്ത് ഉറപ്പിച്ചു, ഷാഫിയെ നിങ്ങൾക്ക് മദ്രസയിലേക്ക് ഞാൻ തന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അടുത്ത കുട്ടിയെ ഞങ്ങൾക്കും വേണം, ഞങ്ങളുടെ മദ്രസയിലേക്കും വേണം കുട്ടിയെ. ഉസ്താദ് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അങ്ങനെ പിറ്റേ ആഴ്ച ഉസ്താദ് ചാർജ് എടുക്കാൻ വന്നു. ദർസുൽഗാനം കഴിഞ്ഞു, ഹദ്ദാദ് ചൊല്ലി. അന്ന് ഹദ്ദാദ് ചൊല്ലിയുന്നത് നിഷാദ് എന്നൊരു കുട്ടിയായിരുന്നു. ഹദ്ദാദ് കഴിഞ്ഞു, പുറത്തേക്കിറങ്ങി. ഉസ്താദ് നമുക്ക് നിഷാദിനെയും നിശ്ചയിച്ചു തന്നതാണ്. ഈ നിഷാദിനെയുമായി ചെലവുകുടിയിലേക്ക് പോകാൻ നോക്കുമ്പോ പ്രശ്നമായി. ഞങ്ങൾക്ക് അവനെ വേണ്ട, ഷാഫിയെ വേണ്ട, ഞങ്ങൾക്ക് ഇവനെ മതി. മുതഅല്ലിമീങ്ങളെ അവിടെ വെച്ച് അവഹേളനം തുടങ്ങുക. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ വാക്ക് പറഞ്ഞു ഉറപ്പിച്ചതല്ലേ ഷാഫിയെ? അവിടെ പള്ളിയുടെ ദർസുൽഘാടന ദിവസം നോക്കണം നിങ്ങൾ. നമ്മുടെ ഒരു ദർസുൽഘാടന ദിവസം ആ പള്ളി വരാന്തയിൽ ഭയങ്കര പ്രശ്നമായി. അകത്തു നിന്നും വീരാൻകുട്ടി പൈസ വന്നു. പുറത്തേക്ക് വന്ന് രണ്ടു കൂട്ടരോടും പറഞ്ഞു, ഞാൻ രാവിലെ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കും, രണ്ടു കൂട്ടർ ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നം അവസാനിച്ചു. ഉസ്താദ് ഷാഫിയെ അവർക്കും നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ നിഷാദിനെ നമുക്കും തന്നു. കുറച്ചു കാലം അങ്ങനെ നടന്നുപോയി. അപ്പോഴാണ് ഉസ്താദിന്റെ ദർസിൽ വളരെ പാവപ്പെട്ട ഒരു കുട്ടി, ഫിറോസ് എന്നൊരു കുട്ടി ഉസ്താദിനോട് വന്ന് പറഞ്ഞു, ഉസ്താദേ, അടുത്ത കൊല്ലം ഉപരിപഠനത്തിന് പോകാനുള്ള എനിക്ക് പഠിക്കാൻ ഒരു നയാ പൈസ എന്റെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ മദ്രസയിൽ ഒരു ചാൻസ് വാങ്ങിത്തരണം. ഉസ്താദ് നമ്മളോട് ബന്ധപ്പെട്ടു. നാട്ടിലുള്ള ഒരു ഉസ്താദിനെ മാറ്റിക്കൊണ്ട് നമ്മൾ അവനൊരു അവസരം കൊടുത്തു. ഈ ഫിറോസ് എന്ന പാവപ്പെട്ട ദരിദ്രനായ മുതഅല്ലിം ദാറുൽ ഹിക്മ മദ്രസയിൽ കയറി എന്ന വിവരം കിട്ടിയപ്പോ അവരുടെ വീട്ടിലായിരുന്നു ആ കുട്ടിക്ക് ചെലവ്. ഭക്ഷണം മുടക്കി. ആ കുട്ടി മദ്രസയിൽ കയറിയ ആ ദിവസം തന്നെ ഭക്ഷണം മുടക്കി. വീട്ടുകാരൻ പറഞ്ഞു, ഉണ്ടാക്കിയ ഭക്ഷണം കൊടുത്തുകൂടെ? പറ്റില്ല, അവൻ സമസ്തയുടെ മദ്രസയിൽ കയറി. ഏത് ഉസ്താദിന്റെ കുട്ടിയാ? ഒരു കുട്ടി അവരെ മദ്രസയിലും പഠിക്കുന്നു, ഒരു കുട്ടി നമ്മളെ മദ്രസയിലും പഠിപ്പിക്കുന്നു. അങ്ങനെ ചെലവ് മുടക്കിയ കഥ മാറ്റി അതിവിടെ അവതരിപ്പിച്ചത് മറ്റു രൂപത്തിലാ. ഷാഫിയെ ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കാൻ തരപ്പെട്ടു പോകാത്തത് കൊണ്ട് ഞങ്ങൾ ചെലവ് മാറ്റി. ഷാഫിയെ ഒരു കാരണവുമില്ലാതെ മദ്രസയിൽ നിന്ന് പുറത്താക്കുകയും അവരുടെ ചെലവ് മുടക്കുകയും ചെയ്തു. അത് വേറെ കഥ. ഫിറോസ് എന്ന കുട്ടിയുടെ ചെലവ് മുടക്കിയ കഥ അതല്ല. അങ്ങനെ തൊട്ടടുത്ത വെള്ളിയാഴ്ച വികാരനിർഭരമായി ഉസ്താദ് അവിടെ നിന്നും ഖുർആൻ ഓതിക്കൊണ്ട് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന് ഭക്ഷണം മുടക്കിയവരെ നിങ്ങളാണ് നിന്നെ കളവാക്കിയവരെന്ന് അന്ന് വീരാൻകുട്ടി ഫൈസി പള്ളിയുടെ മിഹ്റാബിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചത് ഇന്നും ഞങ്ങൾ ഓർത്തുപോവുകയാണ്. അങ്ങനെ വീരാൻകുട്ടി ഫൈസിയുടെ കാലഘട്ടം കഴിഞ്ഞു. മാഹിർ ഉസ്താദ് വന്നു. നമ്മുടെ ഓരോ ഉസ്താദുമാരോടും കുട്ടികളോടും ഇവരെങ്ങനെ പെരുമാറി? മാഹിർ ഉസ്താദിന്റെ റൂമിലേക്ക് കയറി കമ്മിറ്റിയുടെ ഔദ്യോഗിക നേതാക്കന്മാർ, നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് കാണിച്ചു തരണം, നിങ്ങളുടെ ടൈം ടേബിളോടെ. ഉസ്താദ് ഒരു ദിവസം ജമാഅത്ത് കഴിഞ്ഞ് ഫാൻ ഓഫാക്കിയപ്പോൾ ജമാഅത്തിന് പങ്കെടുത്ത മുഴുവൻ ജനങ്ങളുടെ മുമ്പിലും വെച്ച് വളരെ അവഹേളിച്ചുകൊണ്ട് ഇവരുടെ നേതാക്കന്മാർ നമ്മുടെ ഉസ്താദുമാരെ വഷളാക്കി. ഉസ്താദിന്റെ കുട്ടികൾ ആ പള്ളിയുടെ മദ്രസയുടെ അപ്പുറത്ത് കിണറിന്റെ അടുത്ത് ചെറിയ പന്തെടുത്ത് തട്ടിക്കളിച്ചിരുന്നു. ഇവരുടെ ഔദ്യോഗിക നേതാക്കന്മാർ മട്ടലെടുത്ത് ആ കുട്ടികളെ മുഴുവൻ ആട്ടിയോടിച്ച കഥ ഞങ്ങൾ ഇന്നും ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ വന്നത് കൊട്ടപ്പുറം ഉസ്താദ് സൈനുദ്ദീൻ ഫൈസി. ആ കൊട്ടപ്പുറം ഉസ്താദിനോട് നിങ്ങൾ എങ്ങനെയാ പെരുമാറിയത്? നിക്കാഹിന്റെ സദസ്സിലേക്ക് ഉസ്താദിനെ ക്ഷണിച്ചു വരുത്തി
എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നു നിക്കാഹ് നടക്കാൻ സമയം. ആ നിമിഷം ഉസ്താദിനെ അവഹേളിച്ചുകൊണ്ട് ജൂനിയറായ ഒരാളെ കൊണ്ടുവന്ന് ഉസ്താദിനെ മാറ്റി നിർത്തി നിക്കാഹ് നടത്തി ഞങ്ങളുടെ മുദരിസുമാരെ അവഹേളിച്ചവരാണ് നിങ്ങൾ. ഉസ്താദിന്റെ കുട്ടികളെ മദ്രസയുടെ മുറ്റത്ത് നിന്ന് അവഹേളിച്ചുകൊണ്ട് അന്നിവിടെ പ്രസംഗിച്ച ആൾ വളരെ മോശമായ രീതിയിൽ വാക്കുകൾ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവഹേളിച്ചത് നേരിട്ട് കണ്ട ആളാണ് ഞാൻ. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളുടെ ഉസ്താദുമാരോട് പെരുമാറിയത്. എന്നാൽ മഹാനായ ഞങ്ങളുടെ നേതാവ് ഈ സമസ്തയുടെ ഓരോ കാര്യത്തിലും ഒരണുമണി തൂക്കം വിട്ടുവീഴ്ച ചെയ്യാതെ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇന്നി ഹാജി മരിച്ചപ്പോ നിങ്ങളുടെ മുദരിസായ ശംസുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഇന്നും ഓർക്കുകയാണ്. എന്നെ വളരെയധികം സ്നേഹിച്ച, ഒരുപാട് സഹായങ്ങൾ ചെയ്ത, എന്റെ വീട്ടിലേക്ക് കാറിൽ പോലും എന്നെ കൊണ്ടുപോയി വിട്ട ഒരു മഹാനായിരുന്നു ഇന്നി ഹാജി എന്ന് ആ സമയത്ത് ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് നിങ്ങളുടെ മുദരിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദുമാരോടും മുതഅല്ലിമീങ്ങളോടും നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ വിഭാഗത്തിൽപ്പെട്ട നിഷ്പക്ഷരായ ആളുകൾ ചിന്തിക്കണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മദ്രസ ഗ്രാൻഡ് വിഷയം നാട് മുഴുവൻ ഫ്ലക്സ് വെച്ച് പൊതുപരിപാടി വെച്ച് അവഹേളിച്ചുകൊണ്ട് വിളിച്ചുകൂടി നമ്മൾ ഗ്രാൻഡിനെ എതിരാണ്, ഗ്രാൻഡ് കിട്ടിയതിന് അസൂയയാണ് പോലും. കൂട്ടരെ എന്തിനസൂയ? പണമുണ്ടാവുന്നതിന് നിങ്ങൾക്കല്പം പണം കിട്ടുമ്പോഴേക്ക് ഞങ്ങൾ എന്തിനസൂയപ്പെടണം? ഹാറൂനെ പോലുള്ള മുതലാളിമാർ, ഫിറഔനെ പോലുള്ള രാജാക്കന്മാർ ഈ ലോകത്ത് പണവും അധികാരവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം വരുന്നതിൽ ഞങ്ങൾ ഒരിക്കലും അസൂയപ്പെടുകയില്ല. എന്താണതിന് കാരണം? ഇവർക്ക് ഗ്രാൻഡ് പാസ്സായി. ഏതു പേരിലാവുന്നത്? ദാറുൽ ഹിക്കം സുന്നി മദ്രസയുടെ പേരിൽ പത്രത്തിൽ പേര് വന്നു. ആ പത്രത്തിൽ പേര് വന്നപ്പോ ഇവരുടെ ഔദ്യോഗികമായ ആളുകൾ ഞങ്ങൾ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ സെക്രട്ടറിക്ക് ഒരു കത്ത്, ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ വഖഫ് മുതലുകൾ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ കോപ്പി കൈമാറണം. എന്തിനാ നിങ്ങൾക്ക്? ഞങ്ങളുടെ മദ്രസക്ക് ഗ്രാൻഡ് കിട്ടുന്നതിനാണ്. നിങ്ങൾ പറഞ്ഞ് ആലോചിക്കട്ടെ. നമ്മൾ ആലോചിച്ചു, മദ്രസ ഗ്രാൻഡിന്റെ ഓഫീസർമാരുമായിട്ട് ആലോചിച്ചു. അവർ പറഞ്ഞു അങ്ങനെ ആവശ്യമില്ല, വഖഫിന്റെ ഔദ്യോഗിക രേഖ ഇല്ലാത്തതിന് അതിനുള്ള സംവിധാനം വേറെയുണ്ട്, അവർക്ക് കിട്ടും. ഞങ്ങൾ ആ വിവരം പറഞ്ഞു. അപ്പം പറയുക, എന്താ ഞങ്ങൾക്കും അവകാശമില്ലേ? വഖഫിന്റെ മുതൽ ഞങ്ങൾ സുന്നി മദ്രസയുടേതല്ലേ, ഞങ്ങളത് നേടിയെടുക്കുമെന്ന് പറഞ്ഞപ്പോഴാ നമ്മൾ അതിനെതിരെ നീങ്ങിയതും. അങ്ങനെ വഖഫിന്റെ രേഖ ദുരുപയോഗം ചെയ്യരുത് എന്ന ഒരു പെറ്റീഷൻ മാത്രമാണ് ഈ മഹല്ലത്തിൽ സമസ്ത വിഭാഗം ചെയ്തത്. അല്ലാതെ നിങ്ങളുടെ ഗ്രാൻഡിനുള്ള അസൂയയോ അത് കിട്ടാതിരിക്കാനുള്ള പണിയോ അല്ല ഞങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് ഈ വഖഫിന്റെ ഔദ്യോഗിക രേഖ ഇല്ലാതെ തന്നെ നിങ്ങൾക്കത് കിട്ടുകയും ചെയ്തു എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുപോലെ മജ്ലിസുന്നൂർ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ എന്താ മജ്ലിസുന്നൂർ? മഹാന്മാരായ ഈ ഉമ്മത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പരിശുദ്ധ ദീൻ ഈ ലോകത്ത് നിലനിർത്തുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടിയ ബദരീങ്ങളുടെ പേരിൽ നടക്കുന്ന മജ്ലിസുന്നൂർ ഞങ്ങൾ തടുക്കും, ഞങ്ങൾ എതിർക്കും. വീമ്പടക്കി നാട് മുഴുവൻ ചുറ്റി നടന്നു നിങ്ങൾ. സഹോദരന്മാരെ, ഒരു തടസ്സവുമില്ലാതെ ഞങ്ങൾക്ക് നടത്താനും കഴിഞ്ഞു. മദ്രസയുടെ മുറ്റത്തേക്ക് സംഘടനാ പ്രവർത്തനങ്ങളും സംഘടനയുടെ കൊടിയും കാന്തപുരത്തിന്റെ മതവിധാനങ്ങളും SSFന്റെ സെക്ടർ സമ്മേളനത്തിന്റെ സെക്ഷൻ വരെ നിങ്ങളാണ് ആദ്യം കൊണ്ടുവന്നത്. നിങ്ങൾ കൊണ്ടുവന്ന ശേഷമാണ് നമ്മൾ മദ്രസയുടെ മുറ്റത്തേക്ക് SKSFന്റെ കൊടിയും നമ്മൾ കെട്ടിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ കാലം മുന്നോട്ട് പോയി. അവരുടെ വാദമനുസരിച്ച് ഒരു കുഴപ്പവുമില്ലാത്ത മഹല്ല്. ഇപ്പോഴാ കുഴപ്പം. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ 26 കൊല്ലമായി ഈ മഹല്ല് സഹിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്തായി കമ്മിറ്റിയിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. രാത്രി അർദ്ധരാത്രി വരെ നീണ്ടുന്ന കമ്മിറ്റികളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത്
പള്ളി കമ്മിറ്റിയിൽ, ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ കമ്മിറ്റിയിൽ നിരന്തരം പ്രശ്നങ്ങളായി. കാരണവന്മാർക്ക് കമ്മിറ്റിയിൽ വരാൻ പറ്റാത്ത അവസ്ഥ വന്നു. അവരവഹേളിച്ചുകൊണ്ട് ചെവിയിൽ കേൾക്കാൻ പറ്റാത്ത തെറി വിളിക്കുകയും നമ്മുടെ സെക്രട്ടറിയെ കയ്യേറുകയും ഏകപക്ഷീയമായി തീരുമാനമെഴുതുകയും ചെയ്ത ഒരു സാഹചര്യം പള്ളി കമ്മിറ്റിയിൽ വന്നു. പള്ളി കമ്മിറ്റി കൂടുന്നില്ല. എങ്ങനെ കൂടാനാ? ആ പള്ളിയുടെ മുറ്റത്ത് കൂടെ പോകുന്ന ആർക്കും അത് അന്ന് കാണാം. നായാട്ട് മാത്രമല്ല, പള്ളിയുടെ മദ്രസയുടെ മുറ്റത്തേക്ക് ഇറക്കി ഉന്തും തള്ളും. ഇങ്ങനെ വന്നപ്പോ താൽക്കാലികമായി സെക്രട്ടറി കമ്മിറ്റി യോഗം നിർത്തിവെച്ചു. ഇനി ഇങ്ങനെ വിളിച്ചുകൂട്ടും. പക്ഷേ ഒരു കാര്യവും മുടങ്ങാതെ നടന്നു. പള്ളിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു, തോട്ടപ്പണി നടന്നു, അതുപോലെ തന്നെ ഉസ്താദുമാരെ ശമ്പളം ഭംഗിയായി കൊടുത്തു. നിങ്ങളുടെ സഖാഫിക്ക് വനിതാ ക്ലാസ് ഈ കഴിഞ്ഞ റമദാനിൽ നടത്താൻ ഐക്യത്തോടുകൂടി തന്നെ നടത്താനുള്ള സാഹചര്യം പോലും തന്നു. അങ്ങനെ പെരുന്നാൾ ദിവസം അതിമനോഹരമായ ഒരു സന്ദേശം പ്രസംഗവും നടത്തിയിട്ടാണ് സഖാഫി ഇവിടെ നിന്ന് പോയത്. ഒരു പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ 3 കൊല്ലത്ത് അവരുടെ കാലാവധി നിശ്ചയിച്ചത് കഴിഞ്ഞു. നമ്മുടെ ഉസ്താദ് വരണം. നമ്മുടെ ഉസ്താദും വരും, അവരുടെ മുഅദ്ദിനും വരും. പെരുന്നാൾ കഴിഞ്ഞ് അവധിയുള്ള വെള്ളിയാഴ്ച. അങ്ങനെ നമ്മൾ നമ്മുടെ ഉസ്താദ് നിശ്ചയിച്ചു. വിവരം അവർക്ക് കൊടുത്തു. എങ്ങനെയാ ഇവിടെ നിശ്ചയിക്കല്? ഈ 2 വിഭാഗവും ആയതിനു ശേഷം നമ്മൾ ഈ പറഞ്ഞ ഉസ്താദുമാരെയും മുഅദ്ദിന്മാരെയും നമ്മൾ എങ്ങനെയാണ് നിശ്ചയിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് നിശ്ചയിച്ചത്? അതാത് ഗ്രൂപ്പ് പോയി അന്വേഷിക്കും. അവർ പോയി അന്വേഷിച്ച് ഉസ്താദുമാരെയും മുഅദ്ദിനെയും കണ്ടെത്തും. ഈ വരുന്ന ആളുടെ പേരോ നാടോ ക്വാളിഫിക്കേഷനോ മറ്റേ ഗ്രൂപ്പുകാർ അറിയുക തന്നെയില്ല. വരും, വെള്ളിയാഴ്ച ഖുതുബ നടക്കും, മുഅദ്ദിൻ മഹ്ശറ വിളിക്കും, അതുപോലെ തന്നെ ഉസ്താദ് ഖുതുബ നടത്തും. അങ്ങനെ ജുമഅയ്ക്ക് ശേഷം എല്ലാ കാരണവന്മാരും കൂടിയിരുന്ന് ലീവ് കാര്യങ്ങൾ. ജാഫർ ഉസ്താദൊക്കെ അത്തരം അനുഭവമുള്ള ആളാണ്. നിങ്ങൾ ചോദിച്ചു നോക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഈ പരാമർശിച്ച ആളുകളോടൊക്കെ ഇതിൽ സത്യാവസ്ഥയുണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ വീരാൻകുട്ടി പൈസി നമ്മുടെ തൊട്ടടുത്ത മഹലിൽ ജോലി ചെയ്യുന്ന പെരിങ്ങാവ് മഹലിൽ നിങ്ങളെപ്പോഴും കാണുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതിൽ വല്ല കളവുമുണ്ടോ എന്നുള്ളത് നിങ്ങൾ അവരോടൊക്കെ ചോദിക്കുക. അങ്ങനെ ജുമഅയ്ക്ക് ശേഷം കൂടിയിരുന്ന് ലീവും കാര്യങ്ങളും നിശ്ചയിക്കും. ഇതല്ലേ നമ്മുടെ പതിവ്? ഇങ്ങനെയല്ലേ നമ്മൾ കാലങ്ങളായി ഉസ്താദുമാരെ നിശ്ചയിച്ചത്? അതേ നിലയ്ക്ക് ഞങ്ങളും നിശ്ചയിച്ച വിവരം നിങ്ങൾക്ക് തന്നു. പക്ഷേ ജുമഅയുടെ അന്ന് ഇവരുടെ പ്രസിഡന്റ് വിളിച്ചു പറയുന്നു, നിങ്ങൾ നിശ്ചയിച്ച ആളെ ഞങ്ങൾ ഇന്ന് ജുമഅയ്ക്ക് സമ്മതിക്കൂല. എന്താ കാരണം അന്വേഷിച്ചു. പക്ഷേ കാരണമൊന്നും പറയാനില്ല. നിങ്ങൾ നിശ്ചയിച്ച ആളെ ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റൂല. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഒരു ഊഹാപോഹം അപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രചരണങ്ങൾ നടത്തുകയായിരുന്നു. ഇവിടെ വരാൻ പോകുന്നത് അവരുടെ ഗ്രൂപ്പ് വിട്ട ഒരു സഖാഫിയാണെന്നും അവകം അന്ന് ജുമഅയ്ക്ക് മുമ്പ് പള്ളിയിൽ എത്തുകയും പോലീസ് 2 വിഭാഗത്തെയും വിളിക്കുകയും ചെയ്തു. പള്ളിയുടെ മുറ്റത്തേക്ക് 2 വിഭാഗത്തു നിന്നും പ്രതിനിധികൾ ഇറങ്ങി. അവരാവശ്യം ഉന്നയിച്ചു, നിശ്ചയിച്ച ആളെ ഞങ്ങൾ മാറ്റും, അത് ഞങ്ങൾ സമ്മതിക്കൂല. അങ്ങനെ എസ് ഐ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് മാറ്റിക്കൂടെ? ഞങ്ങൾ പറഞ്ഞു, കാരണമെന്ത്? കാരണമൊന്നും ഇപ്പം ചർച്ച ചെയ്യാൻ, അതൊക്കെ പിന്നെ പറയാം, നിങ്ങൾക്ക് ആളെ മാറ്റിക്കൂടെ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ മാറ്റാം, പക്ഷേ ആ ഉസ്താദിനെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് ഞങ്ങൾ, കാരണം ഒരാൾ ജോലിക്ക് വന്നതാണല്ലോ, അങ്ങനെ ആ ഉസ്താദിനെ വിളിച്ച് എസ് ഐ സാറിന്റെയും ഈ 2 പ്രതിനിധികളുടെയും 2 ഗ്രൂപ്പിന്റെ ആളുകളുടെയും ഇടയിലേക്ക് വരികയും ഈ എസ് ഐ സാർ ഈ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഖുതുബ നടത്തരുത്, മാറി നിൽക്കണം. ഉസ്താദ് അതിന് തയ്യാറായി. അങ്ങനെ മാറ്റി നിർത്തി. തീരുമാനമായി, സമാധാനമായി. എല്ലാവരും ജുമഅയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് കയറി. വളരെ ശാന്തമായ സമയം, മഹ്ശറ വിളിക്കാൻ സമയമായി. നാട്ടുകാരനായ ബിരുദമെടുത്ത അവരുടെ മുസ്ലിയാർ മുഅദ്ദിൻ ജോലി ചെയ്യാൻ വേണ്ടി ഖുതുബ നടത്താനുള്ള ഉസ്താദിന്റെ റൂമിലേക്ക് കയറി. ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. എന്തൊക്കെയാ പ്രചരിപ്പിച്ചത്? കട്ടിലിനടിയിലൊരാള്, പുറത്തൊരാള്, വേറൊരാള്, എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് നിങ്ങൾ നടത്തിയത്?
നിങ്ങളുടെ മുഅദ്ദിൻ അകത്ത് കയറി ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. ഉസ്താദ് സമ്മതം കൊടുത്ത് മുഅദ്ദിൻ പുറത്തേക്ക് വന്ന് മാസറ വിളിച്ചു. പള്ളി മുഴുവൻ ശാന്തം, ഒരു ശബ്ദം പോലുമില്ലാത്ത പള്ളി. മഹാനായ ഉസ്താദ് ഖുതുബ നടത്താൻ വേണ്ടി റൂമിൽ നിന്നും അങ്ങ് ഇറങ്ങുന്ന സമയം ധിക്കാരിയായ ഒരു മനുഷ്യൻ, ഈ സമൂഹത്തിൽ ഖിയാമത്ത് നാൾ വരെ ഈ സമൂഹത്തിൽ അത്തരമൊരു ധിക്കാരിയെ നമ്മൾ കണ്ടിട്ടില്ല. കക്കോ മഹല്ലത്തിൽ ഒരു ധിക്കാരിയായ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയും ആ ഉസ്താദിനെ ഖത്തീബിനെ പള്ളി ഉള്ളിലേക്കാക്കി വാതിലടക്കാൻ ശ്രമിക്കുകയും 3 ഗുണ്ടകൾ, കാന്തപുരം ഗ്രൂപ്പിലെ 3 ഗുണ്ടകൾ പള്ളിയിലെ മിഹ്റാബിലേക്ക്, മിമ്പറയുടെ മുകളിലേക്ക് ചാടിക്കയറുകയും ചെയ്തു. വളരെ വ്യക്തമായ ഗൂഢാലോചനയായിരുന്നത്. അതോടുകൂടി പള്ളിക്കുള്ളിൽ പ്രശ്നമായി. പോലീസ് ഉള്ളിലേക്ക് കയറി ആളുകൾ മുഴുവൻ പുറത്തേക്കാക്കി. സഹോദരന്മാരെ, ആ മനുഷ്യൻ അവിടെ ഉസ്താദിനെ തല്ലിയതോടുകൂടി പ്രശ്നം പള്ളിയിൽ ആകെ കുഴപ്പമായി. സഹോദരന്മാരെന്ന് ആലോചിച്ച് നോക്ക്. അന്നും ആ പള്ളിയിൽ മുഅദ്ദിൻ വിളിച്ചു, മാശറൽ മുസ്ലിമീൻ അൽജുമുഅത്ത് ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഫഖീറിന്റെയും മിസ്കീന്റെയും ഹജ്ജാണ് ജുമുഅ. അന്നും അവിടെ മുഅദ്ദിൻ പ്രഖ്യാപിക്കുകയുണ്ടായി, നാട്ടിലുള്ള ഫഖീറിന്റെയും മിസ്കീന്റെയും ജുമുഅ മുടക്കി മാസങ്ങൾ തോറും മക്കയിൽ പോയി ഉംറ ചെയ്തതുകൊണ്ടായില്ല സഹോദര. അതുപോലെ തന്നെ ആ മിമ്പറയുടെ മുകളിൽ നിങ്ങൾ കയറി ഗരാവോ നടത്തി. അള്ളാഹുവിനോടാണ് നിങ്ങൾ ഗരാവോ നടത്തിയത്. അള്ളാഹു ബഹുമാനിച്ച ചില സ്ഥലങ്ങളും സമയങ്ങളും ആദരിക്കാൻ ആദ്യം പഠിക്ക്. നിങ്ങൾക്കതൊരു വെറും മരക്കഷ്ണമായിട്ട് തോന്നിയിട്ടുണ്ടാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് മദീന പള്ളിയിൽ വെച്ച് പഴയ മിമ്പറ മാറ്റി പുതിയൊരു മിമ്പറ സ്വീകരിച്ചു. ആ മിമ്പറയുടെ മുകളിൽ കയറിയപ്പോ പള്ളിക്കുള്ളിൽ ഒരു കരച്ചിൽ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്ന് പഴയ മിമ്പറയെ തലോടിയപ്പോഴാണ് ആ കരച്ചിൽ നിന്നതെങ്കിൽ ഓർത്തോ, ആ മിമ്പറയുടെ മുകളിൽ കയറിയവരെ ആ മിമ്പറ സാക്ഷിയാണ്, ആ പള്ളി സാക്ഷിയാണ്. അവിടെ വെള്ളിയാഴ്ച ഹാജരായ മലായികത്തുണ്ടാകും. നമ്മുടെ ഉസ്താദുമാരുടെ പഠിപ്പിച്ചത് മിമ്പറയിൽ കയറുന്നത് വരെയുള്ള സംഭവങ്ങൾ മുഴുവൻ റെക്കോർഡാക്കി വരുന്നവർക്ക് എല്ലാവിധത്തിലുള്ള വിവരങ്ങളും രേഖപ്പെടുത്തുന്ന മലായികത്തുണ്ടവിടെ. കക്കോവിലെ മുഅ്മിനീങ്ങൾ മുഴുവനുണ്ടവിടെ. ആരാണ് ജുമുഅ മുടക്കിയതെന്ന് ഈ നാട്ടിൽ വന്നുകൊണ്ട് കളവ് പറഞ്ഞാൽ ഒരു കാലത്തും അത് വെളുപ്പിക്കാൻ കഴിയുകയില്ല എന്ന് സന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ കരഞ്ഞുകൊണ്ടാണെന്ന് ജുമുഅ കിട്ടാതെ ആളുകൾ പുറത്തേക്ക് ഒഴുകിയത്. അവർ മാത്രമായിരിക്കില്ല അന്ന് കരഞ്ഞത്. ആ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും കരഞ്ഞിട്ടുണ്ടാകും. കാരണം എല്ലാ വെള്ളിയാഴ്ചയും തേന്മഴയായി നമ്മുടെ പള്ളിയിൽ നിന്നും കിട്ടുന്ന ദുആയാണ്, പ്രാർത്ഥനയാണ് നിങ്ങളന്ന് മുടക്കിയത് എന്നുള്ളതും നിങ്ങൾ ഓർക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇവരുടെയൊക്കെ കോലവും ഇവരുടെയൊക്കെ നിസ്കാര തഴമ്പും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ സലാത്തിന്റെയും ദിക്റിന്റെയും മണ്ണം കൊണ്ട് പാവപ്പെട്ട പലരും അതിൽ പെട്ടുപോയിട്ടുണ്ട്. മരണമെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കൊക്കെ ഹാജരാകണം. നാളെ വായക്ക് സീല് വെച്ച് കയ്യിൽ സംസാരിച്ച് കാല് സാക്ഷി പറയുന്ന ഒരു കാലം വരാനുണ്ടെന്ന ബോധം ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിൽ നിഷ്പക്ഷമായി നിൽക്കുന്നവരെ മാറി ചിന്തിക്കണമെന്ന് പരിശുദ്ധ ദീനിന്റെ പേരിൽ വിനീതമായി അപേക്ഷിക്കുകയാണ്. കൂടുതലായി ഞാനിനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് എത്തിക്കഴിഞ്ഞു. അലവിദാരി ഉസ്താദെത്തി. നേരത്തെ ഞാൻ പരാമർശിച്ച ബഹുമാനപ്പെട്ട വീരാൻകുട്ടി പൈസയും ഈ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അവരെ ഇതിനുശേഷം അന്ന് അസ്ർ നിസ്കാരം, കുറച്ച് കൂടി കാര്യങ്ങൾ പറയട്ടെ. അസ്ർ നിസ്കാരത്തിന്റെ സമയമായി ജുമുഅ മുടങ്ങിയ ദിവസം നമ്മുടെ ആളുകൾ താൽക്കാലികമായിട്ട് അവിടെ നിസ്കരിച്ചു വരുന്ന ബാങ്ക് കൊടുക്കുന്ന ആളെ കൊണ്ടുവന്നു. അപ്പൊ ഈ ആളുകൾ വരികയാ. ഈ വിഭാഗം വന്നുകൊണ്ട് പറഞ്ഞു പള്ളി തുറക്കാൻ പറ്റൂല. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് നിസ്കരിക്കണം, ബാങ്ക് കൊടുക്കണം. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ലാസ്റ്റ് അവര് SI സാർ പള്ളി തുറന്നു.
തുറന്നപ്പോ ഇവര് പറഞ്ഞ് ജമാഅത്ത് പറ്റൂല, ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കണം. ഞങ്ങൾ വിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നീതിമാന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മിഹ്റാബിൽ നിന്നും മാറി നിന്ന് ജമാഅത്ത് നടത്താനുള്ള അവസരം തന്നു. പിന്നെ ഈ സംഭവത്തിന് കൊണ്ടോട്ടി CI ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. 2 വിഭാഗത്തിൽ നിന്നും 5 ആളുകൾ പങ്കെടുത്തു. ജുമാ മുടക്കിയ വ്യക്തി ഉൾപ്പെടെയുള്ള 5 ആളുകളും ഞങ്ങൾ 5 ആളുകളും. പുറത്ത് ജനാലയ്ക്ക് പുറത്ത് നാട്ടുകാരായ ആളുകൾ നോക്കി നിൽക്കുന്നു. ഉള്ളിൽ CI സാറുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവനുണ്ട്. CI സാർ ചോദിച്ചു, എന്താ ജുമാ മുടക്കാൻ എന്താ പ്രശ്നമുണ്ടായത്? ആ സമയത്ത് അവർ പറഞ്ഞു, ഇവര് ആളെ മാറ്റിക്കളിച്ചു, നിശ്ചയിച്ചതാണ്, നിശ്ചയിച്ച ആളല്ല വെച്ചത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സാർ SI സാർ ഞങ്ങളോട് പറഞ്ഞു ആളെ മാറ്റണം. SI സാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നിശ്ചയിച്ച ആളെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാം, ആ ആളോട് നിങ്ങൾ പറയണം. അങ്ങനെ ഞങ്ങൾ ആ ഉസ്താദിനെ കൊണ്ടുവന്ന് ഉസ്താദിനോട് സാറാണ് ഇത് പറഞ്ഞ് നിങ്ങൾ നിൽക്കണ്ട എന്ന് പറഞ്ഞത്. ഉടനെ CI പറഞ്ഞു, എങ്കിൽ SIയെ വിളിക്ക്, പോലീസുകാരനോട്. ഉള്ളിൽ നിന്നും വാഴക്കാട് SI പുറത്തേക്ക് വന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തു. എന്നിട്ട് SI സാർ പറഞ്ഞു, സാറോട് ചോദിക്കാം, ക്വസ്റ്റ്യൻ ചെയ്യാണ് CI സാർ എല്ലാവരെയും. SI പറഞ്ഞു, എന്താ ഉണ്ടായ CI SIനോട് ചോദിച്ചു. അപ്പൊ വാഴക്കാട് SI സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ജുമുഅ മുടക്ക ഈ ആളെ മാറ്റാൻ പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആളെ കൊണ്ടുവന്നു. ഇവര് കൊണ്ടുവന്ന ആളോട് മാറി നിൽക്കണമെന്ന് ഞാനാണ് പറഞ്ഞത്, SI സാർ പറഞ്ഞു. അപ്പൊ ചോദിച്ചു ഇവരോട്, CI സാർ ചോദിച്ചു, അല്ല എന്താ നിങ്ങൾ മറ്റേ ആളെ തടയാൻ കാരണം? ഉടനെ അവരെ കൂട്ടത്തിൽ നിന്നൊരാൾ പറഞ്ഞു, അയാൾ ഞങ്ങൾക്കെതിരെ പ്രകോപനപരമായി പ്രസംഗിക്കുന്ന ആളാണ്. CI സാർ ചോദിച്ചു, അയാൾ അങ്ങനെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് തെളിവുണ്ടോ? CD ഉണ്ടോ? പ്രകോപനപരമായ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് CD ഉണ്ടാവും, ഉണ്ടോ? ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞു. അത്രമായപ്പോ നമ്മൾ പറഞ്ഞു, സാർ ഈ 2 ഉസ്താദുമാരെയും ഈ സദസ്സിലേക്ക് ഹാജരാക്കാൻ സാർ സമ്മതിക്കുമോ? നിങ്ങൾക്കതിന് കഴിയുമോ? ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരാറുണ്ട്. അന്ന് ജുമുഅക്ക് ആ പള്ളിയിൽ വന്ന ഈ 2 ഉസ്താദുമാരെയും കൊണ്ടോട്ടി CI ഓഫീസിൽ ഞങ്ങൾ ഹാജരാക്കി. ഈ ഉസ്താദുമാർ വരുമ്പം തന്നെ ഇവരുടെ മുഖം മ്ലാനമായി. അങ്ങനെ നോക്കണം, ആ സദസ്സിലേക്ക് 2 ഉസ്താദുമാർ വന്നു. ഉടനെ CI സാറ് 2 പേർക്കും കൈ കൊടുത്ത് അവിടെ ഇരുത്തി. അങ്ങനെ CI സാർ ചോദിച്ചു, ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഉണ്ടായി, ആരാ ആദ്യം ഇവര് പറയുന്ന ആളാരാന്ന് ചോദിച്ചു. ഞങ്ങൾ ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെ CI സാർ ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഉണ്ടായത് പറയണം. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു, എന്നെ പുറത്തേക്ക് വിളിച്ചു, ചർച്ചയ്ക്ക് വിളിച്ചു. ഞാൻ അവിടേക്ക് ചെന്നു. SI സാർ, ഈ സാറ് നേരെ ചൂണ്ടിക്കൊണ്ടാ പറയുന്നത്, ഈ സാർ എന്നോട് പറഞ്ഞു, എന്നോട് നിൽക്കരുത്, നിങ്ങളിന്ന് മാറി നിൽക്കണം, സമാധാനത്തിന് വേണ്ടി മാറി നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ മാറി നിന്നു. നോക്കണം, നേരത്തെ SI പറഞ്ഞ അതേ സത്യം ഉസ്താദും പറഞ്ഞു. അങ്ങനെ CI സാർ രണ്ടാമത്തെ ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഉണ്ടായ സംഭവം നിങ്ങൾ പറയണം. ഏതാ സദസ്സ് നോക്കണം. ആ വിഭാഗത്തിൽ 5 ആളുകൾ, ഇപ്പുറത്ത് 5 ആളുകൾ, പുറത്ത് നാട്ടുകാർ മുഴുവൻ നിൽക്കുന്നു. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, SIമാർ, 2 SIമാർ, പോലീസുകാർ. ഇവരുടെ മുമ്പിൽ വെച്ച ആ ഉസ്താദ് ആ സംഭവം അതിദാരുണമായി ദുഃഖത്തോടുകൂടി അവതരിപ്പിച്ചു. എന്റെ അടുത്തേക്ക് മഅ്സറയ്ക്ക് സമ്മതം ചോദിച്ചു മുഅദ്ദിൻ വന്നു. ഞാൻ സമ്മതം കൊടുത്തു. മുഅദ്ദിൻ മഅ്സറ വിളിച്ചു. ഞാൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ജുമുഅ മുടക്കിയ ധിക്കാരിയുടെ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് വികാരനിർഭരമായി CI ഓഫീസിൽ നിന്ന് പറഞ്ഞു, ആ മനുഷ്യൻ എന്നെ തള്ളി സാർ. അദ്ദേഹം എന്നെ റൂമിലേക്ക് തള്ളി വാതിലടക്കാൻ ശ്രമിച്ചു എന്ന് കൊണ്ടോട്ടി CI ഓഫീസിന് മുമ്പിൽ ആ ഉസ്താദ് വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞു. അപ്പൊ CI പറഞ്ഞു, ഇവർക്ക് ചെറിയൊരു പരാതിയുണ്ട്. നിങ്ങൾ ഇവരെക്കുറിച്ച് പ്രകോപനപരമായി പ്രസംഗിക്കുന്നു എന്നൊരു പരാതിയുണ്ട്. ഞങ്ങളുടെ ആ സദസ്സിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് തന്റെ 2 കൈയും CIയുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, സാർ നോക്കണം, എന്റെ കൈകളിൽ തഴമ്പുകളാണ്. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പാവം മുസ്ലിയാരാണ് ഞാൻ. ഇന്ന് വരെ ഒരു പൊതുവേദിയിൽ ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചിട്ട് തന്നെയില്ല. ആ സത്യം പറഞ്ഞതോടുകൂടി ആ നിൽക്കുന്ന ധിക്കാരിയായ ആളുകളോട് ഇരിക്കാൻ പറഞ്ഞു CI. അങ്ങനെ നാണം കെട്ട് മനുഷ്യന്മാരുടെ മുമ്പിൽ മുഖം കെട്ട് ഇറങ്ങി വന്ന്
നാടായ നാട്ടിൽ മുഴുവൻ ഫ്ലക്സും നോട്ടീസും അടിച്ച് അണികളെ അടിക്കിടെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വനിതാ ക്ലാസ് വെച്ച് നമ്മളല്ല മുടക്കിയത്, സമസ്തക്കാരാണ് മുടക്കിയതെന്ന് 10,000 പ്രാവശ്യം പറഞ്ഞാലും ഒരു കാലത്തും ആ കളവിനെ ഒളിപ്പിക്കാൻ കാന്തപുരക്കാരെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അന്നത്തെ അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് പോലീസും പട്ടാളവും വഖഫ് നിയമങ്ങളുമൊന്നും പ്രശ്നമല്ല. കാന്തപുരം ഗ്രൂപ്പിന്റെ ആളെന്ന് പ്രസംഗിച്ചതാ, സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതാ. എന്നാൽ സഹോദര, ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പോലീസിനെയും പട്ടാളത്തെയും വഖഫ് നിയമങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ബഹുമാനിക്കുന്നു, ഞങ്ങൾ അവരെ ആദരിക്കുന്നു. ഞങ്ങൾക്കുറപ്പുണ്ട് അനീതിയോടൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയില്ല. നീതി പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ, സത്യത്തോടൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. ഈ നാട്ടിലെ പൂർവികർ വഖഫ് ചെയ്ത മുതല് വാക്കിഫിന്റെ നിയത്തെന്താണോ അതനുസരിച്ച് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ സമസ്തയുടെ അണികൾ ഇവിടെയുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണമെന്ന് ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി കൂടുതലായി സംസാരിച്ച് സമയം നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വിഭാഗത്തിലുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. മറ്റൊന്ന്, പള്ളിയിലേക്ക് ആളുകൾ നിസ്കാരത്തിന് കടന്നു വരുമ്പോൾ ആദ്യം അത്ര തന്നെ പള്ളിയുമായിട്ട് നിരന്തരം ബന്ധപ്പെടാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ ഉസ്താദുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും അങ്ങനെ വന്ന് നിസ്കാരത്തിലും ജമാഅത്തിലുമൊക്കെ പങ്കെടുക്കുമ്പോ ഇപ്പം അവരെപ്പറ്റി കളിയാക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് കൂട്ടരെ? ആരെങ്കിലും ഒരു വക്ത് വന്ന് നിസ്കരിച്ചോട്ടെ, നിങ്ങൾ അളക്കണം അവരുടെ ഈമാൻ. നിങ്ങളെക്കാൾ ഒരു പക്ഷേ താടിയും തലപ്പാവും വെച്ച് വേഷം കെട്ടി നടക്കുന്നവരെക്കാൾ, നിങ്ങളെക്കാൾ ഒരു പക്ഷേ ഈമാൻ ഈ സാധാരണക്കാരിലായിരിക്കാം. നമുക്കറിയാൻ കഴിയില്ല. അത് അല്ലാഹുവിനാണ് ആ ആളുടെ, ഈ വരുന്ന കുട്ടികളുടെ ഈമാൻ അല്ലാഹുവിനെ അറിയുകയുള്ളൂ. നിങ്ങളത് കണക്കാക്കണ്ട എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൂടുതലായിട്ടൊന്നും ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയേ ഞങ്ങൾക്ക് ഈ കാര്യത്തെപ്പറ്റി വിശദീകരിക്കാനുള്ളൂ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നേരത്തെ ഞാൻ ഓതിയ അൽ ബഖറ സൂറത്തിലെ 114-ാമത്തെ ആയത്ത് ഞാൻ നേരത്തെ ഇവിടെ ഓതി കേൾപ്പിച്ച ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയത് ഇതുകൊണ്ട് തന്നെയായിരിക്കും. ഖിയാമത്ത് നാൾ വരെ ഇത്തരത്തിലുള്ള വികാരികളും അക്രമികളും വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ ആ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ ആരാധനാലയങ്ങളെ, അല്ലാഹുവിന്റെ പള്ളികളെ ഇബാദത്തിനെ കൊണ്ട് തടസ്സം നിൽക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? പേടിച്ചുകൊണ്ടല്ലാതെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അവർക്ക് നാട്ടിൽ ഈ ദുനിയാവിൽ കൊടിയ അപമാനവും പരലോകത്ത് വമ്പിച്ച ശിക്ഷയും അതികഠോരമായ ശിക്ഷയുമുണ്ട് എന്ന പരിശുദ്ധ ഖുർആന്റെ ആ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് സത്യം മനസ്സിലാക്കി പാവപ്പെട്ട ഈമാനുള്ളവർ വല്ലവരും ആ വിഭാഗത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൊണ്ട് നിങ്ങളും ഈ സത്യപ്രാന്താവിലേക്ക് തഖ്വയിൽ അധിഷ്ഠിതമായി മഹാന്മാർ പടുത്തുയർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിലേക്ക് കടന്നു വരണേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം എന്നിൽ അർപ്പിതമായ കടമ നിർവഹിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ എത്താമെന്നേറ്റ ബഹുമാനപ്പെട്ട കുട്ടി ഹസൻ ദാരിമി ഉസ്താദിനെ പ്രയാസം അറിയിച്ചിരിക്കുകയാണ്. ആലപ്പുഴ വെച്ച് നടക്കുന്ന സമ്മേളന നഗരിയിലേക്ക് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് ഉസ്താദിന് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അലവി ദാരിമി കുഴിമണ്ണ ഈ പ്രസ്ഥാനത്തിന്റെ, സത്യപ്രസ്ഥാനത്തിന്റെ സന്ദേശവാഹകനായി വിഘടിതരുടെ മുഴുവൻ പൊള്ളത്തരങ്ങളും ഈ സമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് നമ്മുടെ നാട്ടിന് കേരളത്തിന് വഴികാട്ടിയായ ബഹുമാനപ്പെട്ട അലവി ദാരിമി കുഴിമണ്ണ ഉസ്താദ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. മഹാനവറുകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം മാസ്റ്റർ അവറുകളാണ്. ഈ മഹല്ലത്തിന്റെ കാരണവർ കൂടിയായ പി ബി ഇബ്രാഹിം മാസ്റ്ററെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ എത്തിച്ചേർന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട വീരാൻകുട്ടി പൈസി, അതുപോലെ തന്നെ കബീർ മുസ്ലിയാർ, അതുപോലെ സദർസ്ഥാർ എം മുഹമ്മദ് ബാക്കവി, അതുപോലെ നമ്മുടെ അയൽ മഹലിലെ കാരണവർ ബഹുമാനപ്പെട്ട മൂസ ഹാജി, കെ മൂസ മൗലവി, പി കെ അബ്ദുൽ ബാസിദ് ഹാജി, ജാഫർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള
പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സഹോദരന്മാർ, മുഴുവൻ നാട്ടുകാർക്കും അയൽ നാട്ടുകാർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷനെ ഈ യോഗത്തിന് അധ്യക്ഷത ഏറ്റെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുവന്യരായ നമ്മുടെ മുഖ്യാതിഥി അലവി ദാരിമി അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായ പ്രമുഖ വ്യക്തികളെ, നാട്ടുകാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. സമയം വളരെ വൈകിയിരിക്കുന്നു. ഏതാനും ചില കാര്യങ്ങൾ കൂടി മാത്രം 2 മിനിറ്റിനകം ഞാൻ അവതരിപ്പിക്കുക. ഇതോടനുബന്ധിച്ചുണ്ടായത് പള്ളിയിലെ മുസ്തലിമീങ്ങൾക്ക് ചെലവ് മുടക്കിയ കാര്യമാണ്. നേരത്തെ ഷരീഫ് മാഷ് പറഞ്ഞ ആ വ്യക്തി തന്നെയാണ് ഈ മഹലിലുണ്ടായ മുദരിസിന്റെ കീഴിലുള്ള, കഴിഞ്ഞ മുദരിസിന്റെ കീഴിലുള്ള കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുട്ടികളെ പെട്ടെന്ന് ചെലവുകൾ മാറ്റുക. ഒരു കുട്ടിക്ക് ദൂരത്താണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ വീട് മാറ്റിയാൽ കൊള്ളാം. അതേ സമയത്ത് മൊത്തം വീട് നമ്മുടെ കുട്ടികളെ, ആ കുട്ടികളെ നമ്മളെ വീട്ടിൽ നിന്ന് മാറ്റി ആ വിഭാഗത്തിന് മാത്രം വീടുകളിലേക്ക് മാറ്റുക. അതിൽ അദ്ദേഹം പറഞ്ഞ ന്യായം, അവർ പറഞ്ഞ ന്യായം അടുത്തേക്ക് മാറ്റിയെന്നതാണ്. അവർ സംശയം ചോദിക്കട്ടെ, ഇരിപ്പകണ്ടത്തിൽ TP അബൂബക്കർ സാഹിബിന്റെ വീട്ടിൽ നിന്നുള്ള കുട്ടിയെ തൊട്ടടുത്ത ഇരിപ്പകണ്ടത്തിൽ സെലിൽ വാജിയുടെ വീട്ടിലേക്ക് മാറ്റി എന്ത് ന്യായീകരണമാണ് അവർക്കുള്ളത് എന്ന് പരിപാലിച്ചാൽ കൊള്ളാം ഞാൻ ചോദിക്കുന്നു. പിന്നെ ഈ പള്ളിയെ ജുമഅ മുടക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് കഴിഞ്ഞ് കൊണ്ടോട്ടി CAയുടെ ചർച്ചയും കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട, ഞാൻ എന്നും ബഹുമാനിക്കുന്നു, സ്നേഹം വ്യക്തിപരമായി സ്നേഹിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തോട് പള്ളിയിൽ ചോദിച്ചു, സുബൈക്ക് ശേഷം സുഹൃത്ത് സഹോദര മൗലവി എന്ത് ചെയ്താണ് ചെയ്തത്? ഈ പള്ളിയിൽ ജുമഅ മുടക്കിൽ എന്തുകൊണ്ടാണ് ശരിയാണോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഉണ്ടാൻ ഇറങ്ങിപ്പോയി. ഞാൻ ഉടനെ തിരിച്ചു വന്നു വീട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് എല്ലാം ലാൻഡ് ഫോണിൽ വിളിച്ചു, സംസാരിച്ചു. നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഈ പേര് നഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഈ ദുനിയാവിൽ മാത്രം, ദുനിയാവുള്ളോടത്തോളം കാലം ജനങ്ങൾ നിങ്ങൾ വെറുക്കും. ഈ പേര്, ഈ അപകീർത്തി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? ആഖിറത്തിൽ നിങ്ങൾക്ക് പേര് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുണ്ട്, ഹക്കായിട്ട് ഞാൻ നെഞ്ഞത്തെ വെച്ചുകൊണ്ട് പറയുന്നു, മാഷേ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു പോയതാണ് എന്ന്. ആ വാക്ക് ഇന്നും എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞു പോയ വാക്കാണ്. അത് തെറ്റിദ്ധാരണ പോലെ സംഭവിച്ചു പോയതാണ് എന്ന് ഞാൻ ബഹുമാനപ്പെട്ടപ്പോൾ, ഞാൻ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം പ്രസിഡന്റാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കാണ്. അല്ല എന്ന് അദ്ദേഹം പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതാണ് അതിന്റെ ഹക്കായ സ്ഥിതി. എന്നിട്ട് ഇവിടെ വന്ന് കൊണ്ട് ഒരു വ്യക്തി വന്ന് ജുമഅ മുടക്കിയതാണ് എന്ന്. ഈ കോട്ടുപാടം പള്ളിയിലെ മസ്ജിദുർ റഹ്മാനിലെ ആൾക്കാർ ജുമഅ ഇവിടെ നിർത്തിവെച്ചുകൊണ്ട് അവിടെ വന്ന് ജുമഅ മുടക്കാൻ വന്നതാണ്. യാതൊരു സത്യവുമായി പുലബന്ധ പോലും ഇല്ലാത്ത കഥ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പറ്റിക്കുന്നതിൽ പരിധിയുണ്ട്. ആ യാഥാർത്ഥ്യം എല്ലാവരും ലോകം മനസ്സിലാക്കണം. ഇന്ന് നിങ്ങൾക്കറിയുമോ, ആ മനുഷ്യനെ കാണുമ്പോ എവിടെയൊക്കെ അദ്ദേഹം അങ്ങാടിയിൽ പോകുന്നുവോ അവിടെയൊക്കെ അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തെ കാണാതെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് കക്കോവിൽ ജുമഅ മുടക്കിയ മനുഷ്യനാണ് ആ പോകുന്നതെന്ന്. ഒരുപക്ഷെ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ, സ്വന്തം സഹോദരനായാലും സഹോദരിമാരാണെങ്കിലും ഒക്കെ തന്നെ ആ മനുഷ്യൻ കാണാതെ മറ്റു അങ്ങാടി കൂടെ പോകുമ്പോൾ, മറ്റു നാടുകളിൽ പോകുമ്പോൾ ആ മനുഷ്യനാണ് കക്കോവിൽ ജുമഅ മുടക്കാൻ നേതൃത്വം കൊടുത്ത് പറയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഒരുപക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇന്നും ഞാനും ആ മനുഷ്യരുമായി യാതൊരു ഉറപ്പുമില്ല, വ്യക്തിപരമായി ബന്ധം സൂക്ഷിക്കുന്നു. ആ ബന്ധം ഏത് വ്യക്തിബന്ധവും സൂക്ഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ അന്നും എന്നും. അപ്പൊ അതുകൊണ്ട് ഇതാണ് യാഥാർത്ഥ്യമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ സമയത്ത് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മുഖ്യാതിഥിയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. അതോടൊപ്പം എല്ലാവരും പരിപാടി കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.